മനഃശാസ്ത്രമാണല്ലോ നമ്മുടെ ഏറിയ. ഇതിനകത്ത് ധനതത്വ ശാസ്ത്രമുണ്ട് കേട്ടോ, ദാമ്പത്യമുണ്ട്, കാറ്ററിംഗ് ഉണ്ട്, സംഗീതമുണ്ട്, ഡാൻസ് ഉണ്ട്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ കേട്ടിട്ട്? ഇതില് ഈ ടോപ്പിക്കിന്റെ ടൈറ്റിലേ ഒരു പുരുഷന്റെ വിജയത്തിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് നമ്മൾ പറയാറ്. അതെ അതെ, ആൺകരുത്തിന്റെ പെൺതുണയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നമ്മളെ ടൈറ്റിൽ കേൾക്കുന്ന സമയത്തുള്ള ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പുരുഷൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരു സ്ത്രീ സഫർ ചെയ്യണം എന്നുള്ള ലോജിക്കിലേക്ക് അതിനെ ചിന്തിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പുരുഷൻ രക്ഷപ്പെടാൻ വേണ്ടി. അതെ, ഒരു പുരുഷൻ രക്ഷപ്പെടാൻ വേണ്ടി വേറൊരാൾ സഫർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞൊരു ഒരു കോൺസെപ്റ്റ് അതിനുള്ളിലൂടെ ആളുകൾ ത്യാഗം ചെയ്യുന്നു. അതെ 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 അതെ, അതൊരു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതൊരു പ്രശ്നം. വേറൊരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പുരുഷന്മാരൊക്കെ രക്ഷപ്പെട്ടത് സ്ത്രീകളെ കൊണ്ടാണെന്ന് പറയുമ്പോ ഈ തകർന്നടിഞ്ഞ ആണുങ്ങളൊക്കെ അവരുടെ ഭാര്യമാരെ പിടിച്ച് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് ശരിയാണെന്ന് പറയുമ്പോ മറ്റൊരു വശത്ത് ഒരു പ്രശ്നമുണ്ടല്ലോ. നമുക്ക് തിരിച്ചു വെച്ചാലോ? അതായത് ഈ സ്ത്രീകളുടെ വിജയത്തിന് പിന്നിൽ പുരുഷന്മാരുണ്ട്, പുരുഷന്മാരുടെ വിജയത്തിന് പിന്നിൽ സ്ത്രീകളുണ്ട്. പലപ്പോഴും നമ്മളിതിനെ പറ്റി അങ്ങനെയൊന്നുമില്ല. അതിപ്പോ സാറിന് അറിയാമല്ലേ സാറേ, ഞാൻ ആ ഫ്ലോറിൽ വരുമ്പോ മിണ്ടുവായിരുന്നോ? ഞാൻ ഈ പുള്ളി ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് മിണ്ടാൻ പറ്റിയത്. അല്ല, ഇപ്പൊ ഭയങ്കര ഇപ്പൊ അദ്ദേഹത്തിന് ഈ നാക്കുകാരൻ അങ്ങനെ ഇരിക്കാൻ വയ്യ. സാറേ, നേരത്തെ ചേട്ടായി എന്നാണ് വിളിക്കുന്നത്, ഇപ്പൊ പുള്ളി ഇന്നത്തെ ഡെവലപ്മെന്റാ. റെഡി? പറഞ്ഞു, സൈക്കാരിച്ച് പറഞ്ഞു. ഈ ഹസ്ബൻഡ് വൈഫ് ഇത്രയും കാലഘട്ടത്തിലൊക്കെ കുറെ മുന്നോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചരിത്ര പുരുഷന്മാരാണ് ഇവരൊക്കെ. ഭയങ്കര ഗംഭീരമായിട്ട് അത് ഹാൻഡിൽ ചെയ്ത ആളുകളാണല്ലോ ഇതൊക്കെ. എല്ലാവരും രണ്ടുപേരും. അപ്പൊ ഞാനെപ്പോഴും പറയാറുള്ളത്, എന്റെ കാര്യത്തിൽ അടക്കാൻ ഞാൻ പറയണത്, അതെ 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 അതെ, നമ്മൾ ഒരുപാട് നമ്മളെ ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഒരു ഇത്തിരി സ്ലോ ആവുമ്പോ എനിക്കൊരു സംശയം. അതായത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരെ കൂടെ ജീവിക്കുക എന്നുള്ളതിനേക്കാളും ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആളുകളെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇത്ര മനുഷ്യന്മാര് കൊണ്ടുവരുന്ന വള്ളി പിടിച്ച് നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പൊ ഇവർ രണ്ടുപേരും വളരെ ലോജിക്കലായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സക്സസിലേക്ക് എത്തിയത്. സ്നേഹത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ സംസാരിക്കാനും മനസ്സിലാക്കി. ഇവരെല്ലാം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിച്ചവരാ. അതെ അതെ, അതൊക്കെ ഇങ്ങനെയാണ് വളരെ പ്രോപ്പറായിട്ട് റൺ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ സക്സസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടൻസി വേണ്ടവരുണ്ടോ ഇതിനകത്ത്? എല്ലാ അർത്ഥത്തിലും.